ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിന് ശേഷം നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. ആദ്യം ദീപാദാസ് മുൻഷി, പിന്നീട് KC വേണുഗോപാൽ, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ K സുധാകരനും പ്രതികരിച്ചിരിക്കുന്നു. കേരളം തട്ടിയെടുക്കും, ഇടത് സർക്കാരിൽ നിന്നും തട്ടിയെടുക്കും UDF എന്നാണ് ആത്മവിശ്വാസത്തോടുകൂടി K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായെന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾ വേണ്ട എന്നും കൃത്യമായ നിരീക്ഷണം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുമാണ് KC വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടത് സഹയാത്രികൻ, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ 30ഓളം നേതാക്കളാണ് പങ്കെടുത്തത്. 30ഓളം നേതാക്കൾ പങ്കെടുക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഒരു പുനഃസംഘടനാ ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ അസമായിരുന്നു, ഇന്നിപ്പോൾ കേരളമാണ്. അങ്ങനെ ഒരു തുടർച്ചയായി അതിനെ കണ്ടാൽ മതി. ഇപ്പോൾ K സുധാകരനെ മാറ്റുക എന്നൊരു അജണ്ടയിൽ നടത്തിയ ചർച്ചയല്ല എന്ന് നേതാക്കൾ പലവട്ടമായി പറയുന്നു. കോൺഗ്രസിലെ ചർച്ചകളെയും മുന്നോട്ടുള്ള പോക്കിനെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ചർച്ചയെക്കുറിച്ച് ഒരുപാട് എന്താ പറയാ വിലയിരുത്തലുകളും വിശകലനങ്ങളും ഒക്കെ നടന്നതാണ്. ഈ ചർച്ചയിലെ പ്രധാന അജണ്ടയായിട്ട് ഏതാണ്ട് 2-3 ദിവസം മുമ്പ് K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ഡൽഹിയിൽ ഗൗരവമായ ചർച്ച നടക്കുന്നു. മിക്കവാറും ഡൽഹിയിൽ നടക്കുന്ന നേതാക്കളുടെ ചർച്ചയിൽ ഈ കാര്യം ഒരു കൃത്യമായ സൂചന ഉണ്ടാവും, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകുമെന്ന നിലയ്ക്കൊക്കെ പല വിലയിരുത്തലുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നിപ്പോ ഏതാണ്ട് 4 മണിക്ക് തുടങ്ങി 7 മണിയോടടുത്ത് അവസാനിച്ച യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മൂന്നാമതായിട്ട് കേരളത്തിന്റെ KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കം 3 പേരും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അവരെല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. ആകത്തൊക്കെ എടുക്കുകയാണെങ്കിൽ 3 പേരും പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ ഉറപ്പായും വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ തന്ത്രങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഏത് രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പാർട്ടി നേരിടേണ്ടത്, ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത്, എന്തെല്ലാം ആയിരിക്കണം കോൺഗ്രസിന്റെ നിലപാടുകൾ, നയപരിപാടികൾ, എങ്ങനെയായിരിക്കണം കോൺഗ്രസിന്റെ നേതാക്കൾ ഇനി അങ്ങോട്ട് ഈ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിൽ മുമ്പോട്ട് നീങ്ങേണ്ടത് എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് പൂർണ്ണമായ ഐക്യത്തോടെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ, ഏക മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിശ്ചയദാർഢ്യം. പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവേദിയിൽ ഒരു നേതാക്കളും സംസാരിക്കാൻ പാടില്ല, അതിനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഒരു നേതാക്കൾക്കുമില്ല എന്ന് KC വേണുഗോപാൽ അടിവരയിട്ട് പറയുമ്പോൾ അത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്തരം പ്രസ്ഥാനങ്ങളായിട്ട് AICCയുടെയോ അതല്ലെന്നുണ്ടെങ്കിൽ KPCCയുടെയോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ നിലവിലുള്ള നയങ്ങൾക്ക് ചേരാത്ത രീതിയിൽ ശ്രീ ശശി തരൂർ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് ലഭിച്ച, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ചില അംഗീകാരങ്ങളുടെ പേരിൽ വ്യവസായ സൗഹൃദം, അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന ഇന്റർവ്യൂവിൽ എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, പാർട്ടി എന്നെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നില്ല, പരിഗണിക്കുന്നില്ല, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെയെങ്കിൽ എനിക്ക്, അദ്ദേഹം കൃത്യമായിട്ട് വേറെ പാർട്ടി ചേരും എന്ന് അതിൽ പറഞ്ഞിരുന്നില്ല, പക്ഷെ പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു, ഞാൻ അങ്ങനെ കോൺഗ്രസ് വിട്ടു പോകാൻ പോകുന്നില്ല, എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, എഴുതാനുള്ള പ്രഭാഷണങ്ങൾ നടത്താനും ലോകമാകം ആസകലം സഞ്ചരിക്കാനുള്ള ഓപ്ഷനെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും, അതുപോലെ തന്നെ അതിനുശേഷം അധികം വൈകാതെ 6 മാസത്തെ ഇടവേളയിലോ മറ്റോ നടക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ 5 മാസത്തെ ഇടവേളയിൽ നടക്കാനിരിക്കുന്ന ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത സ്വരങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ, വ്യത്യസ്തമായ പരസ്യ പ്രസ്താവനകൾ, പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ പരസ്പരം തോൽക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ പാടില്ല. അത് ഒരു കാരണവശാലും ഹൈക്കമാൻഡ് അനുവദിക്കില്ല എന്ന് ശശി തരൂരും അതുപോലെ തന്നെ VD സതീശനും K സുധാകരനും അടക്കം കേരളത്തിലെ പ്രമുഖ നേതാക്കൾ, ഏതാണ്ട് 30-ലേറെ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ശേഷം നടന്ന തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായ KPCC അധ്യക്ഷ സ്ഥാന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും അവിടെ ഉണ്ടായതായിട്ട് ഇതുവരെ സൂചനയില്ല. ഇനിയിപ്പോ അതിന്റെ വിശദവിവരങ്ങൾ
ശരി പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ ശരി ശ്രീ എൻ പറ്റൂ. ശ്രീകുമാർ, ഇന്നത്തെ ചർച്ചയിൽ KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ചർച്ചയായിട്ടുണ്ടാകില്ല. പക്ഷേ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ, രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്നാണ് കേൾക്കാനാകുന്നത്, അതിലൊരു തീരുമാനം ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യസ്ത നിലപാടെടുക്കാൻ സാധ്യമല്ല. മറ്റു സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ പുനഃസംഘടനയുണ്ട്. ഇനിയിപ്പോൾ സുധാകരൻ തന്നെ പരസ്യമായി പറഞ്ഞത് എന്നെ മാറ്റുന്നെങ്കിൽ ASSC തീരുമാനിച്ചാൽ എനിക്കതിൽ എതിർപ്പില്ല എന്നുള്ളതാണ്. പിന്നെ അത് സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമായി എന്തിനാണ് ഇങ്ങനെ നേതാക്കൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ കാലത്തേക്കുമാണോ സുധാകരൻ? അങ്ങനെയാണോ? നോക്കൂ സ്മൃതി, KPCC പ്രസിഡന്റ് ആരാണെന്ന് നോക്കിയിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആര് KPCC പ്രസിഡന്റ് ആയാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു വിഷയമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സ്റ്റേറ്റ് കേരളമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന വയനാട്, രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്തിരുന്ന വയനാട്, അതുമാത്രമല്ല 5 വർഷം ഉറച്ച ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്ന അപൂർവ സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ആ കേരളത്തിലെ 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു കഠിന ശ്രമത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇന്നത്തെ യോഗം ഡൽഹിയിൽ ചേർന്നത്. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഈ 30 പേരെ ഒരിക്കലും കോൺഗ്രസിൻ്റെ നേതൃയോഗം വിളിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനില്ല. 30 പേരെന്നല്ല, ഇപ്പോഴത്തെ പോലെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചിട്ട് അതിലെല്ലാം തീരുമാനം എടുക്കുക. അത് AICC തീരുമാനിച്ച് പത്രഭാഷയിൽ വേണമെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും, അത് അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. അത് ആരാവണം എന്നുള്ളത് അടുത്ത വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റുവോ എന്നുള്ള നമുക്കറിയില്ല. കാരണം KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആരും ഇതുവരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഏതൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സംഘടന കൂടുതൽ ഊർജിതമാകണം എന്നുള്ള ചിന്താഗതി വരികയും മാധ്യമങ്ങൾ വിഷയങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ നേതാവ് വരട്ടെ എന്നൊരു ചിന്ത ഉയർന്നു വരാറുണ്ട്. അത്തരം ചിന്തകളിലായിരിക്കും നമ്മൾ ഈ ചർച്ച കൊണ്ടു നടക്കുന്നത്. അതിലിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം A or B ആര് KPCC പ്രസിഡന്റ് ആയാലും അത് ഇലക്ഷനെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. കാരണം ഇതിനു മുമ്പ് പ്രഗത്ഭരായ KPCC പ്രസിഡന്റുമാരും അത്രത്തോളം പ്രശസ്തരല്ലാത്ത PCC പ്രസിഡന്റുമാരും നയിച്ച കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിലാണല്ലോ ഇരിക്കുന്നത്. തൃശ്ശൂരിൽ DCCക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ആ പ്രസിഡന്റ് ഇല്ലാത്ത കാലത്താണ് CPM ഭരിക്കുന്ന നാട്ടിക നിയോജക മണ്ഡലത്തിലെ നാട്ടിക പഞ്ചായത്തിലെ ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. DCC പ്രസിഡന്റ് ഇല്ലായിരുന്നു, ഇവിടെ കോൺഗ്രസ് അനാഥമായിരുന്നു എന്നുള്ള ഒരു പഴി കേട്ടിരുന്ന കാലത്ത് അവിടെ CPMൻ്റെ സീറ്റ് കോൺഗ്രസിലെ വനിതാ നേതാവ് ബിനു ഏതാണ്ട് 100-200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഒരു നേതാവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആര് തലപ്പത്ത് വന്നാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. പിന്നെ സ്മൃതി, വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനത് പൊതുവായി പറയുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ KPCC പ്രസിഡന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശരി, അടുത്ത മാസം ആദ്യം CPMൻ്റെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. ആരാണ് പാർട്ടി സെക്രട്ടറി ആവുക ഒരു പത്രത്തിനും ഒരു ചാനലിനും ചർച്ച ചെയ്യണ്ടേ? എന്താ നിങ്ങൾ തീരുമാനിച്ചോ ആരാ സെക്രട്ടറിന്ന്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? അടുത്ത തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി പോട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, തെരഞ്ഞെടുപ്പ് നയിക്കുന്ന അദ്ദേഹമായിരിക്കും എന്നുകൂടി പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയനാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. CPMനെ സംബന്ധിച്ച് അതാണല്ലോ പ്രധാനം. അല്ല, പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടി സെക്രട്ടറി ആരായിരിക്കുമെന്ന് ഒരു ചാനൽ പോലും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഇതായിട്ട് പറയല്ല. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ അടിച്ചേൽപ്പിക്കലാണ്, തീരുമാനമാണ്. കോൺഗ്രസ്സിൽ ഇതുപോലെ 30 പേരെങ്കിലും കൂടിയിരുന്നൊരു യോഗം ചെയ്യുമ്പം ആ 30 പേര് ചർച്ച ചെയ്യും എന്നെങ്കിലും പറയുന്ന വലിയ കാര്യമാണ്. അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസിലുണ്ടല്ലോ. അത് കോൺഗ്രസിന്റെ ഒരു സ്വഭാവമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരുന്നേ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടിക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്രതിപക്ഷ പാർട്ടിക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ റോഡ് മാപ്പ് ഒക്കെ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ റോഡ് മാപ്പ് എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ വരാം. ശ്രീ എൻ പി ചേക്കുട്ടി വരാം. അല്ല സ്മൃതി, അല്ല ഒരു മിനിറ്റ്, അതായത് ഒറ്റ മിനിറ്റ്. അതായത് സ്മൃതി പറഞ്ഞ കാര്യത്തിൽ ഈ 30 പേരിൽ 4-5 നേതാക്കൾ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ കേട്ടോ.
ബാക്കി നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. എത്രയോ വനിതാ നേതാക്കളിൽ പങ്കെടുത്തു. പ്രാതിനിധ്യ സ്വഭാവമുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ യോഗം ഡൽഹിയിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതല്ല, KPCC പ്രസിഡന്റിനെ പോലെ പ്രധാനപ്പെട്ട പദവിയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അത് നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അവിടെ ആര് വരും എന്നൊരു ചിന്ത നമുക്ക് വേണ്ടേ? പ്രത്യേകിച്ച് ലാൽകുമാറൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവിടെ അത് തീരുമാനിച്ചു കഴിഞ്ഞോ? ഗോവിന്ദ മാഷ് തന്നെ സെക്രട്ടറി തീരുമാനിച്ചു കഴിഞ്ഞോ? പാർട്ടി 75 വയസ്സ് പിണറായി വിജയന് ഇളവ് കൊടുക്കുന്നു പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ തീരുമാനം അതായിരിക്കും. പാർട്ടിക്ക് ഒരേ ഒരു നേതാവ് മതി, ഒരേ ഒരു സെക്രട്ടറി മതി, നേതാവ് ഇഷ്ടപ്പെടുന്ന സെക്രട്ടറിന് വേണ്ടു, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള സെക്രട്ടറിയെ വേണ്ടു. ഇതാണെങ്കിൽ നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട. ശരി. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളത് നേരത്തെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞിരുന്നതാണ് ഒരു തവണ കേരളത്തിൽ വന്നിട്ട്. പക്ഷേ പിന്നെയും വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും തരൂരിന് എതിരെ ഉള്ള പ്രതികരണങ്ങൾ ഒരു വശത്ത് കാണുന്നുണ്ട്. കെ സുധാകരൻ തുടരട്ടെ എന്ന് പറയുന്ന മുരളീധരൻ്റെ പ്രതികരണം പറയുന്നുണ്ട്. ഇത് അതിൽ തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ തൃപ്തി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഞാൻ തൃപ്തിയുള്ള ഒരാളല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അനിഷ്ടങ്ങൾ കൂടി, ചില അതൃപ്തികൾ കൂടി അതിനിടെ കൂടെ പറഞ്ഞു വെക്കുന്നു. ഇതാണ് ഈ നേതാക്കളുടെ ഒരു പ്രത്യേകത. കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ വ്യത്യസ്ത പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വായ് മൂടി കെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഇവിടുത്തെ നേതാക്കൾക്ക് സാധിക്കുമോ? ഇനിയിപ്പോൾ പാർട്ടി അധ്യക്ഷന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും മാറ്റമുണ്ടാകും. അത് ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട്. ഇവിടെയും മാറും. ഇപ്പോൾ സുധാകരന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ വലിയ രൂപത്തിലുള്ള ചർച്ച എന്തുകൊണ്ടാണ്? നേരത്തെ ഇപ്പോൾ VM സുധീരൻ സ്വയം മാറി. VM സുധീരൻ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു, അദ്ദേഹം സ്വയം മാറി. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലാണ് മുല്ലപ്പള്ളി രാജിവെച്ചത്. അപ്പോൾ ഒന്നുമില്ലാത്ത തരത്തിൽ സുധാകരന്റെ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ചയ്ക്ക് വരുന്നത്? ശ്രീ NP ചെക്കുട്ടി. അല്ല, ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാ PCCകളിലും പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു പ്രസിഡന്റിനെ പുതുതായിട്ട് എലക്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ആ നിലയിൽ നോക്കിയാൽ കേരളത്തിലും ഒരു പുതിയ ലീഡർഷിപ്പ് വരുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല, സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമുണ്ട്. അതായത് സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. സുധാകരന് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയുടെ പ്രശ്നമുണ്ട്. പൊതുവിൽ പല കാര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് ഒരു പലപ്പോഴും വളരെ എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ള തരത്തിലാണ്. അത് ആ നിലയ്ക്ക് നോക്കിയാൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ സുധാകരൻ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്ത് ഉണ്ടാവാം. പക്ഷേ പൊതുസമൂഹത്തിനകത്ത് തീർച്ചയായും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാറി നിൽക്കേണ്ട സമയമായി എന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തരായിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യങ്ങർ ജനറേഷൻ എന്നുള്ള ഒരുപാട് പുതിയ ലീഡേഴ്സ് ആ പാർട്ടിയിലുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലമുറ മാറ്റം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടിക്കകത്ത് യഥാർത്ഥത്തിൽ ഇപ്പം നടത്തേണ്ടതാണ്. കാരണം ആ നിലയിലൊരു 21ാം നൂറ്റാണ്ടിലെ യുവതലമുറയുടെ താല്പര്യങ്ങളോട്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ ആസ്പിറേഷൻസിനോട് നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലീഡേഴ്സ് വരണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ചില പേരുകളെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ തരത്തിലൊരു ആസ്പിറേഷൻ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ മാറുമോ മാറില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തീർച്ചയായും അദ്ദേഹം മാറേണ്ടതായി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ AICC എടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് നോക്കിയാൽ അദ്ദേഹം മാറിയിട്ട് പുതിയ ലീഡർഷിപ്പ് വരാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഈ ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ ഈ രണ്ട് പേരും പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ അംഗീകൃത നിലപാടുകളെ ധിക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ, ജനവികാരങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള നിലപാടുകൾ ആരെടുത്താലും അത് സ്വീകാര്യമല്ല എന്ന് ദീപാദാസ് മുൻഷി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പാർട്ടിയുടെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായാലും ശരി, മറ്റ് വ്യക്തിഗതമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ശരി, അനാവശ്യമായി പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ ആരെടുത്താലും അത് ജനങ്ങളോടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റാണ്, ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന മട്ടിൽ തന്നെയാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. കേരളത്തിന് ചുമതലയുള്ള ദാസ് മുൻഷി അത് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ചില ആളുകളെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇന്നുണ്ട്. ആ തരത്തിലുള്ള പ്രവണതകളെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, KC വേണുഗോപാൽ ഇത് പിന്നെയും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കർശനമായിട്ട് തന്നെ തടയും
എപ്പോഴും അഖിലേന്ത്യാ ലീഡർഷിപ്പ് AICC ഹൈക്കമാൻഡ് കാര്യങ്ങൾ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ പാർട്ടിക്ക് എന്താ പറയുക, പാർട്ടിക്ക് വിധേയമായി നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്താൽ പ്രശ്നമാണ് എന്നൊരു സൂചന കൂടി വേണുഗോപാൽ നൽകുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇന്ന് നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അനാവശ്യമായ ഭിന്നസ്വരങ്ങൾ, ഒരു പ്രതിപക്ഷ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടി എടുക്കേണ്ട അതിശക്തമായ നിലപാടുകൾക്ക് പകരം സർക്കാരിനെ സ്വാധീനിക്കുന്ന, സർക്കാരിനെ പാടിപ്പുകഴ്ത്തുന്ന നിലപാടുകൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കൃത്യമായിട്ടൊരു നിലപാടിലേക്ക് ഇന്നത്തെ യോഗം എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത മിക്കവാറും ആളുകളൊക്കെ തന്നെ സമീപകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ അനാവശ്യമായ വിവാദങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ശക്തമായിട്ട് നിലപാടെടുത്തിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു സൂചനയാണ്. പാർട്ടിക്കകത്ത് ഐക്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ശക്തമായിട്ടുള്ള ആഹ്വാനമുണ്ട്, ശക്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് പാർട്ടിക്കകത്ത് വരുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ആര് നിന്നു കഴിഞ്ഞാലും അതിശക്തമായിട്ട് തന്നെ പാർട്ടി പ്രതികരിക്കും എന്നുള്ള ഈ ഒരു മുന്നറിയിപ്പിന് കാരണം അത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു പൊതുവികാരം ഈ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായതിൻ്റെ ഫലമായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ഊന്നേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇന്നത്തെ യോഗത്തിന്റെ കാര്യം. പക്ഷേ ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ 3ാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. അവരുടെ ഓരോ പ്രതികരണങ്ങളിലും അവരത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെയല്ല, ഞങ്ങളാണ് അധികാരത്തിൽ വരിക എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ആ സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു രീതി ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ ആർജിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? വല്ലപ്പോഴും വരുന്ന ചില വാർത്താ സമ്മേളനങ്ങൾ ഒഴിച്ചാൽ, ചിലപ്പോൾ നടക്കുന്ന കോൺഗ്രസിലെ സമരങ്ങൾ ഒഴിച്ചാൽ. പ്രധാന രസകരമായ ചോദ്യമാണ്. അതെ, കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ 3ാം തവണയും വരും എന്ന് അതിശക്തിയായി CPM അവരുടെ പാടിപ്പകർത്തുന്ന ആളുകളും പറയുന്നു. നല്ല കാര്യം, അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ അവർ വിഷയങ്ങളോട് റിയാക്ട് ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കൂ. അവർ കൊതുകിനെ കൊല്ലാൻ കൊട്ടുവടി എടുക്കുക എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട്. ഏതാണ്ട് അതേ മാറ്റത്തിരിയാണ് ഈ ആശാവർക്കർമാർ. വളരെ പാവപ്പെട്ട മനുഷ്യരാണ്, വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമരം ചെയ്തപ്പോൾ അതിനോട് ഏതാണ്ട് ആറ്റം ബോംബിടുന്ന രൂപത്തിലുള്ള ഇന്നത്തെ പ്രയോഗം കീടം എന്നുള്ളതാണ്. ശ്രീ NP ചെക്കുട്ടി, ഇന്നത്തെ പ്രയോഗം കീടം എന്നുള്ളതാണ്. കീടം എന്ന് പറയുന്നുണ്ട്. മറ്റെന്താണ്, പിന്നെ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരത്തിനോട് അവരെടുക്കുന്ന നിലപാട് ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ എടുക്കുന്ന ഈ നിലപാട് മാതിരിയാണ്. ജപ്പാന്റെ മുകളിൽ പോയി ആറ്റം ഏതാണ്ട് അതേ പാട്ടപ്പിരിവ് നടത്തുന്നവർ എന്നൊരു പരിഹാസം കൂടിയുണ്ട്. പാട്ടപ്പിരിവ് അത്ര മോശം പിരിവാണോ? ബക്കറ്റ് പിരിവും പാട്ടപ്പിരിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, അതൊക്കെ ഈ ഇളമരം കരീമിനെ പോലുള്ള ആളുകൾ ആ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, പാട്ടപ്പിരിവ് അല്ലാണ്ട് അമേരിക്ക അല്ലെങ്കിൽ അദാനിൻ്റെ കീശ എന്നുള്ള കാശുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയാണോ പാർട്ടികൾ നടക്കേണ്ടത്? അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും വാങ്ങിച്ച് കൊട്ടക്കണക്കിന് പണം കൊണ്ട് പാർട്ടി നടത്തുന്ന ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഏത് പാർട്ടിയാണ് കേരളത്തിൽ? CPM ഉണ്ടാകുമായിരിക്കും. പക്ഷെ ആ നിലയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരെടുക്കുന്ന നിലപാടുകളുണ്ടല്ലോ, അവരുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്, അവരുടെ പരിഭ്രാന്തിയെ കാണിക്കുന്നത്. ഒരു ചെറിയൊരു സമരം, ഒരു സാധാരണ സമരം, അത് ജനങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് ആ സമരം ജനങ്ങൾക്കിടയിൽ വലിയ വികാര തരംഗങ്ങൾ ഉണ്ടാക്കുന്നത്. പട്ടിണിയാണ് മനുഷ്യർ. ഞങ്ങളുടെ കുഞ്ഞിന് കാശ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴി ഉണ്ടാക്കി തരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിനോടുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം ഇപ്പോൾ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റിയത് അവരുടെ പരിഭ്രാന്തിയുടെ ലക്ഷണമാണ്. അവർ വിജയിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഇങ്ങനെയല്ല അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞത്, കൊതുകിനെ കൊല്ലാൻ കൊട്ടുവടി എടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി മാറിയിട്ടുണ്ട്. ശരി, ഞാൻ ലാൽകുമാറിലേക്ക് വരാം. ലാൽകുമാർ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ യോഗത്തിന് ശേഷം നടത്തിയ പ്രതികരണം കണ്ടല്ലോ. തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ ഉള്ള ആഹ്വാനമാണ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്താതെ ഒരുമിച്ച് പോകണമെന്നുള്ള ആഹ്വാനം, അതനുസരിക്കുന്ന രൂപത്തിലാണ് നേതാക്കൾ പെരുമാറുക എന്നുള്ളതാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇന്നത്തെ ഹൈക്കമാൻഡ് ചർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഹൈക്കമാൻഡ് അവരൊരു റൗണ്ട് ടേബിളിൽ ഇരുന്ന് എന്താണ് ചർച്ച ചെയ്തതെന്ന് നമുക്കറിയില്ല. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഞാൻ പറയുന്നതിന് എക്കോ കേൾക്കുന്നു. ശരിയാക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറുന്നു എന്നുള്ള വാർത്ത
അത് വാർത്ത ഏതാണ്ടൊരു മാധ്യമ സൃഷ്ടിയാണ്, അങ്ങനത്തെ സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പലരും പ്രതികരിച്ചു പോകുന്നു. അങ്ങനെ എടുത്ത് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് നടക്കുന്നൊരു കാര്യമല്ല, അങ്ങനൊരു ചർച്ചയുടെ ഒരു അജണ്ടയായി വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നു. നമുക്കത് ഫോർ ദ ടൈം ബീങ് വിൽ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ കുഴപ്പം ഈ ചോദ്യം ഇത് മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ചോദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്ലാൻ ചെയ്തൊരു വാർത്തയാണെങ്കിൽ എന്തിന് ഇവരൊക്കെ പ്രതികരിക്കുന്നു? ഇപ്പം ശശി തരൂർ പറഞ്ഞു ഇദ്ദേഹം തുടരട്ടെ, ആര്? കെ സുധാകരൻ തുടരട്ടെ. മറ്റൊരാൾ പറയുന്നു കെ സുധാകരൻ, ഇപ്പം മുരളീധരൻ പറയുന്നു കെ സുധാകരൻ തുടരട്ടെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ മാറണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് ശ്രീമാറിയേട്ടൻ പറയുമ്പം ശരി, ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തിന് തുടരണം എന്ന് പറയുന്നു? ഇതൊരു പ്രാധാന്യമുള്ള ചോദ്യമല്ല. എന്നെ കേൾക്കുന്ന ആൾക്കാർ ആലോചിച്ചാൽ മതി. ഇന്ന മനുഷ്യൻ തന്നെ തുടരണം, ഇന്ന മനുഷ്യൻ തന്നെ തുടരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം തുടരണ്ട എന്നുള്ളൊരു ചർച്ച ഇവരുടെ ഉള്ളിൽ നടന്നതുകൊണ്ടാണല്ലോ ഇവരിത് പറയുന്നത്. അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് തന്നെ ഈ പറയുന്ന എഡിറ്റോറിയൽ പോയിന്റിൽ ഇത് പരിപാടി അവതരിപ്പിക്കണമെന്ന് റിപ്പോർട്ടറിലെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിപ്പോർട്ടറിലെ ഈ പരിപാടി വേറൊരാളൂടെ ചേർത്ത് അവതരിപ്പിക്കണം എന്ന് നിങ്ങൾ ചർച്ച ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ഞാനങ്ങനെ എൻ്റെ ബുദ്ധിക്കകത്ത് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇദ്ദേഹം മാറണ്ട എന്തിനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം മാറണം എന്നുള്ള ചർച്ച അതിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഇദ്ദേഹം മാറണ്ട എന്ന് പല ആൾക്കാരും പറയുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ശ്രീമാറേട്ടൻ ചെയ്തെന്താ? ശ്രീമാറേട്ടൻ ചെയ്ത് KPCC പ്രസിഡന്റ് വേറെ ആരുമില്ലെങ്കിലും KPCC പ്രസിഡന്റേ അല്ല ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളെന്നാണ് ശ്രീമാറേട്ടൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതൊരു സതീശന്റെ പക്ഷമാണ്. മനസ്സിലായില്ലേ? ഈ പക്ഷം എല്ലാവരും പറയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത്. നിങ്ങൾ കോൺഗ്രസിനോ പേഴ്സണലി ആൾക്കാരോട് സംസാരിച്ചാൽ മനസ്സിലാവും. സതീശൻ പക്ഷം ഇതിനകത്ത്, KC വേണുഗോപാൽ പക്ഷം ഇതിനകത്ത് പിടിമുറുക്കുന്നത് കൊണ്ട് KPCC പ്രസിഡന്റ് അപ്രസക്തനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇനിയും ഈ പറയുന്ന ആര് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല, ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് വെച്ചാൽ സുധാകരനെ വിളിച്ചാൽ കോൺഗ്രസിനെ രക്ഷിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം സുധാകരന് പ്രാധാന്യം ഉണ്ടെന്നല്ലേ? ആരിരുന്നാലും പ്രശ്നം ഉണ്ടാകുന്ന വിഷയമല്ലല്ലോ. ആണോ? ഇവർ തന്നെയല്ലേ ഇത്? ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറഞ്ഞു? ഞാൻ വേറെ എന്തെങ്കിലും എടുത്തു പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് സത്യസന്ധമായ കാര്യമാണ്. KC വേണുഗോപാലും ഈ പറയുന്ന VD സതീശനും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ മാറ്റിയാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഈ പറയുന്ന പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയത് പോലും കെ സുധാകരൻ അറിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസിനകത്തുനിന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് മാറ്റാനുള്ള കാരണങ്ങൾ കാണും, അവർ മാറ്റട്ടെ, നമുക്കങ്ങനെ വിരോധമില്ല. പക്ഷേ അതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം അച്ചടക്കമുള്ളത് കാര്യമാണ്, ആരും പ്രതികരിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. അവർ പ്രതികരിക്കാതിരുന്നാൽ ഈ പറഞ്ഞ CPM-നകത്ത് ഒരാൾ പ്രതികരിക്കാതിരിക്കുന്നത് പോലെ അച്ചടക്കത്തോടുകൂടി പ്രതികരിക്കാതിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇത് അപ്പം ഒരാൾ അച്ചടക്കത്തോടുകൂടി പ്രതികരിക്കാതിരിക്കുന്ന ഒരു വിഷയം നോക്കൂ. ഈ ചർച്ചയ്ക്കകത്ത് വന്ന് പാർട്ടി മെമ്പർ അല്ലാത്ത ഞാൻ പാർട്ടി ലൈൻ വിട്ട് സംസാരിക്കാറില്ല. സാധാരണ ഇത് സംസാരിക്കാൻ പറ്റില്ല. സാധാരണ ഒരു വലിയ വിമർശനം വരുമ്പോഴായിരിക്കാം ഞാനും അത് ഒരു വിമർശനമായി തന്നെ സർക്കാരിനെതിരെ പറയുക. അത് ഒരു കേഡറുമായി അനുഭവമുള്ള ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണ്. പാർട്ടി മെമ്പേഴ്സ് നോർമലി ചെയ്യുന്നതാണ്. എനിക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാനും അത് പാലിക്കാറുണ്ട്. അതിന് കാരണം എന്താ? അത് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗം. ആ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇവർക്ക് ആ ഡിസിപ്ലിൻ അതെ, കോൺഗ്രസിനെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ജനാധിപത്യം എങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇപ്പൊ ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന സ്മൃതി പറഞ്ഞ പോയിന്റ് ഞാൻ എടുക്കാം. ഇതാണ് കോൺഗ്രസിലെ ജനാധിപത്യം. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതൊന്നും മിണ്ടരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ദേ ആർ സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ അല്ലേ? ഇന്നിപ്പം KC വേണുഗോപാലും കൂട്ടരും പറഞ്ഞിരിക്കുന്നത് മിണ്ടരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ അടുത്ത ഒരു കാര്യം കൂടെ എടുക്കാം. ഇപ്പം നോക്കൂ, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാർ ഇപ്പം മറ്റ് രണ്ടുപേർ പറഞ്ഞ് എനിക്ക് ശ്രീമാറിയേട്ടനുമായിട്ടാണ് പ്രതിഷേധം കൂടുതലുള്ളത്. ഇപ്പം നോക്കൂ, ഇവിടെ വന്നൊരു വിഷയം എന്താണ്? ആരും പരസ്യ പ്രതികരണം നടത്തരുത്. ഈ പരസ്യ പ്രതികരണം ആരാണ് നടത്തിയത്? മെയിനായിട്ട് നടത്തിയ ആൾ ശശി തരൂരാണ്. ശശി തരൂർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ അനുഭാവപൂർവമായ, അല്ലെങ്കിൽ പിണറായി സർക്കാരിന് അനുഭാവപൂർവമായ ഒരു നയം എടുക്കുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല. ഇവർ യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത് CPM ആണോ യഥാർത്ഥത്തിൽ നാഷണൽ ലെവലിലുള്ള കോൺഗ്രസിന്റെ ത്രെട്ട്, അതോ BJP ആണോ? ശശി തരൂർ രായ്ക്ക് രാമാനും എല്ലാ ദിവസങ്ങളും നരേന്ദ്രമോദിയുടെ ഫോറിൻ പോളിസിയെയും നരേന്ദ്രമോദിയുടെ പല നയങ്ങളെയും അനുകൂലിക്കുന്നുണ്ട്. അതിനെതിരെ ഈ പറയുന്ന KC വേണുഗോപാലിന് ഈ കൂട്ടർക്കാർക്കും ദീപാദാസ് മുൻഷിക്കൊന്നും ഒന്നും പറയണ്ടായിരുന്നു. ശശി തരൂരിനെ കുറിച്ച് പറയുന്നത് നാഷണൽ ലെവലിൽ BJP-ക്കെതിരെയും ഒരു സാധനം പറയണ്ടെന്ന് അവർ പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ സ്മൃതി? എല്ലാവരും വന്നിരുന്ന് ചേർന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു നേതാവോ കേരളത്തിലെ ആരും ഒരു കാരണവശാലും പബ്ലിക് ഒപ്പീനിയന് ഓപ്പോസിറ്റായിട്ട് പോകാൻ പറ്റില്ല. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒപ്പീനിയനാണ്, ആണല്ലോ. ആ ഒപ്പീനിയൻ BJP-ക്കെതിരെ സംസാരിക്കരുതെന്നൊരു അർത്ഥം അതിനകത്ത് വരണ്ടേ? അതെന്നാ വരാത്തെ? അവർ പറയത്തില്ല.
അവർ പറയത്തില്ല, അവർക്ക് കേരളം മാത്രമാണ് കാര്യം. അവർക്കുള്ളത് ഈ അടിസ്ഥാനപരമായി ഈ ഇപ്പം ശ്രീകുമാരേട്ടൻ പറഞ്ഞു, അല്ല ഇന്നിപ്പോ യോഗത്തിൽ ചർച്ചയായ കാര്യങ്ങളല്ലേ ലാൽകുമാർ പറയുക? ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് വിളിച്ച് നടത്തിയ ചർച്ചയുടെ കാര്യങ്ങളല്ലേ ഇന്ന് യോഗശേഷം പറയുക? അവിടെ BJP-യുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അപ്പൊ താങ്കൾക്ക് മറുപടി. അപ്പൊ എന്തുകൊണ്ട് BJP-ക്കെതിരെ ശശി തരൂർ അനുകൂലമായി പ്രതികരിച്ച് ഇവർക്ക് ചർച്ചാ വിഷയമായില്ല? അതെനിക്ക് ചോദിക്കാമല്ലോ. അല്ലേ, ഈ പറയുന്ന പരസ്യ പ്രസ്താവന കേരളത്തിലെ നേതാക്കൾ ഒഴിവാക്കണമെന്ന് പറയുമ്പം CPM-നെതിരെ ഉള്ള സാധനം ഒഴിവാക്കണം. എന്തുകൊണ്ട് BJP-ക്കെതിരെയുള്ള നരേന്ദ്രമോദി ജനവികാരത്തെ മാനിക്കാത്ത നിലപാടുകൾ എടുക്കരുത് എന്ന് പറയുന്നതിൽ എല്ലാം വരുന്നില്ലേ? ഇപ്പൊ എല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയേണ്ട അപ്പുറത്ത് നിൽക്കുകയാണ് തരൂർ. അപ്പോൾ തരൂർ അങ്ങനെ പറയരുത് എന്ന രീതിയിൽ പറയുമോ നേതാക്കൾ? അങ്ങനെ പറയില്ലല്ലോ. കുഴപ്പം എന്നറിയോ? കുഴപ്പം അകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പറയുന്നുണ്ട്. ഞാൻ പറയാം. ഇതിന് കുഴപ്പമെന്നറിയോ സ്മൃതി? അത്രയും പറഞ്ഞ് ശരിയാ. അത് കഴിഞ്ഞ് കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെ പൊളിക്കാൻ അതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്താ ചർച്ച ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫാസിസവും ഈ പറയുന്ന ബാക്കിയുള്ളതും ഒന്നും അവർക്കൊരു വിഷയമല്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്കൊരു വിഷയം, നരേന്ദ്രമോദിയുടെ ഭരണവും അമേരിക്കൻ പോളിസിയും അവിടുന്ന് വിലങ്ങ് വെച്ചുകൊണ്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രസ്താവന അനുകൂലമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശ്നമല്ല. നീ ഇവിടെ വന്ന അടുത്ത വിഷയം എന്താണ്? എനിക്ക് അതുകൂടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ CPM-ന്റെ ആരാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത്? CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആര്? ഒരു തർക്കം അതിനകത്തുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? ഇത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന് ആരും പറയുമോ? കേരളത്തിൽ മാധ്യമങ്ങൾ CPM-ന്റെ വിഷയം ചർച്ച ചെയ്തിട്ടില്ലേ? ഇന്ന് നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന കോൺഗ്രസിന്റെ വിഷയമാണെന്ന് തോന്നിയോണ്ടല്ലേ നിങ്ങൾ ഈ വിഷയം എടുത്തത്? അതിനകത്തും നോക്കൂ, CPM ഏത് വിരുന്നുകാർ വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ലെന്ന് ഞാൻ നാട്ടിലൊരു പറച്ചിലുണ്ട്. കോൺഗ്രസിനകത്തെ ആൾക്കാർ KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറയുന്ന വിഷയത്തിൽ CPM ആണ് ചർച്ചാ വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പരിപാടി അല്ലല്ല ലാൽകുമാർ, അതിനെ അങ്ങനെ കാണണ്ട. കാരണം ആ ചർച്ച സ്വാഭാവികമായും ഭരണത്തിലേക്ക് വരാൻ എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമെങ്കിൽ എന്താണ് സാധ്യത എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന് ഇപ്പോഴത്തെ സാധ്യത കൂടി, ഇപ്പോഴത്തെ സാഹചര്യം കൂടി സ്വാഭാവികമായി വരുമല്ലോ. ഭരിക്കുന്നവർക്ക് സ്വാഭാവികമായി കുറച്ച് കൂടുതൽ കല്ലേറ് കിട്ടുമെന്നേ, അത് സ്വാഭാവികമാണ്. ഞാൻ സമ്മതിച്ചു സ്മൃതി. ഞാൻ ജനാധിപത്യപരമായി തന്നെ ചർച്ച ചെയ്യിക്കുന്ന ഒരാളാണ്. അത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനത് പറയുന്നത് നോക്കൂ, ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം കോൺഗ്രസിനുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ CPM-ന് ഇപ്പം നിങ്ങൾ പറഞ്ഞു വെക്കുന്ന എന്താ? കോൺഗ്രസിനകത്ത് പറഞ്ഞു വെക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞു വെക്കുന്ന എന്താ? CPM-നകത്തും അല്ലെങ്കിൽ മൊത്തത്തിൽ പിണറായി വിരുദ്ധത, കേരളം മൊത്തം പിണറായി വിരുദ്ധത, CPM-നകത്ത് പിണറായി വിരുദ്ധത, ലോകം മൊത്തം പിണറായി വിരുദ്ധത. അങ്ങനാണെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ ആ തെരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യം നടക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ലതല്ലേ? പെട്ടെന്ന് ജയിക്കാമല്ലോ. ഇപ്പം മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞ എന്താ? ഇനിയൊരു അധികാരമില്ലാതെ ഈ പാർട്ടിക്ക് ഇവിടെ തുടരാൻ അല്ലെങ്കിൽ സംവിധാനത്തിന് തുടരാൻ പറ്റില്ല. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ CPM-കാരന് മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഞാൻ പറയുന്നു, CPM അനുഭാവി ആയിക്കൊണ്ട് പറയുന്നു, CPM-ന് അധികാരം അടുത്ത പ്രാവശ്യം കിട്ടിയില്ലേലും ഒന്നും ഈ സംഭവിക്കത്തില്ല പാർട്ടിക്ക്. ഉറപ്പിച്ചു പറഞ്ഞു, അധികാരവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതല്ല പാർട്ടി പ്രവർത്തനം. ഇവർക്ക് അധികാരമില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാവാ. അതിനെതിരെ ഒരു വിമർശനം ആർക്കും പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം അധികാരമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പൊ അധികാരത്തിന് വേണ്ടി മസിൽ പിടിക്കുന്ന ആരാ? ഇവർ തന്നെയാണ് മസിൽ പിടിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അധികാരമില്ലാതെ അവർക്ക് അതിനുള്ള വെപ്രാളമായി കാണിക്കുന്നത്. അധികാരമില്ല, എന്ത് ചെയ്യും? നമുക്കെങ്ങനെ അറിയാം? ജനം നിങ്ങളെ ഏൽപ്പിക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? ജനം നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ല. ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 10 വർഷം ഭരണത്തിലിരുന്ന ഒരു കക്ഷി, ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ സ്കെയിലാ പ്രശ്നം. നോക്കൂ, കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 3 സീറ്റ് CPM-ന്റെ നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 17 നമ്പർ ജയിച്ചു എന്ന് പറയുന്നത് ആ ആന്റി ഇൻകംബൻസി ഇവർ പറയുന്ന പോലത്തുള്ള സ്കെയിലില്ല. അതിന് സ്ട്രക്ചറലി ഇവർക്ക് ജയിക്കാനുള്ള ശക്തിയും ഇപ്പോഴും കോൺഗ്രസിനില്ല. അതുകൊണ്ടുള്ള വെപ്രാളമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ കണ്ണിലെ തടി എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കണ്ണിലെ കരട് എടുക്കാൻ വരിക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ CPM തിരഞ്ഞെടുത്തോളും. CPM-ന് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇവർ ചർച്ചയും ചെയ്തോളും. നമ്മൾ വന്നിരുന്ന് അപ്പം മറുപടിയും പറഞ്ഞോളാം. ഇപ്പം നിങ്ങൾ ആദ്യം സുധാകരന്റെ കാര്യം പറ, അത് കഴിഞ്ഞിട്ട് ഗോവിന്ദ മാഷിലേക്ക് പോവാം. നിങ്ങൾ വന്നിരുന്ന് മറുപടിയൊന്നും പറയാറില്ല. ലാൽകുമാർ വരുമായിരിക്കും, പാർട്ടി പ്രതിനിധികൾ വരാറുണ്ടെന്നുള്ളത് അതൊക്കെ പഴയ കഥ. പണ്ടാണെങ്കിൽ വന്നേനെ. ശരി, ശ്രീകുമാർ എന്ന പേര് ആവർത്തിച്ചു വന്നത് കൊണ്ട് താങ്കൾക്ക് മറുപടി പറയാൻ ശ്രീകുമാർ. നോക്കൂ സ്മൃതി, ഞാൻ എന്താ പറഞ്ഞത്? അവനവന്റെ കണ്ണിലെ തടി ആദ്യം എടുക്കൂ. ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത്
അല്ല അത് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് KPCC പ്രസിഡന്റിൻ്റെ സംബന്ധിച്ച് കോൺഗ്രസ് വിഷയമാണെന്ന് ചർച്ച. ശരി, KPCC പ്രസിഡന്റ് ആരാകണം എന്ന് പത്രലേഖകർ ഓരോ നേതാക്കളോടും പോയി ചോദിച്ചു. മുരളിയെ കാണുമ്പോൾ ചോദിക്കും ആരാണ് KPCC പ്രസിഡന്റ് മാറണോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ അഭിപ്രായം പറയും. അതുപോലെ ചോദിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ CPMൻ്റെ ഏതെങ്കിലും നേതാക്കളോടെ ആരാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അവരുടെ ഉത്തരം എന്തായിരിക്കും? സ്മൃതി എന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഒരു ഗുണമാണത്. എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയും. ആരാ KPCC പ്രസിഡന്റ് ആവേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. ഞാൻ പറഞ്ഞത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ചർച്ചയാക്കേണ്ട സ്മൃതി. കാരണം എന്താ, നിങ്ങൾക്ക് കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക ഭരണമുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ CPM. പാർട്ടി സമ്മേളനം ഒന്നും മാധ്യമങ്ങൾ നോക്കാതെ പോകും, ചർച്ച ചെയ്യാതെ പോകുന്നൊന്നും കരുതണ്ട ശ്രീ N. ശ്രീകുമാർ. പാർട്ടി സമ്മേളനം വരെയല്ലേ? അല്ലല്ല, ഞാൻ അതാ പറഞ്ഞത്. അതായത് അൽകുമാർ, ഞാൻ ഒരു സെക്കൻഡ്, അതായത് ഞാൻ പറഞ്ഞതല്ല KPCC അല്ലല്ല ഒരു മിനിറ്റ് KPCC പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ മറുപടി പറയും, മാറണോ എന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ മറുപടി പറയും, ചിലർ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതൊരു വിഷയമല്ല. ഇവിടെ KPCC പ്രസിഡന്റ് ആരായാലും എന്നാണ് ഞാൻ പറഞ്ഞത്. KPCC പ്രസിഡന്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്. ആര് KPCC പ്രസിഡന്റ് ആയാലും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ അതൊരു വിഷയമല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ തദ്ദേശ ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞല്ലോ, 6 സീറ്റ് CPMന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജയിച്ചത് 10 വോട്ട് 12 വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിനാണ്. അതാണോ വലിയൊരു മറ്റേ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടെന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വോട്ടുകൾക്കാണ് CPIയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2 പ്രമുഖ പാർട്ടികളാണ് കേരളത്തിലുള്ളത്. ഒന്ന് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ഭരണപക്ഷത്തുള്ള CPMഉം. നേരെ നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്ത ഭരണത്തിലേക്ക് UDF വരാൻ പോകുന്നു എന്നൊരു ചിന്തയുള്ളത് കൊണ്ട്, കോൺഗ്രസ് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടോ ആകാം ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ വിഷയം ചർച്ചയാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാനോ ദ്രോഹിക്കാനോ പരിഹസിക്കാനോ ആകാം. ഒപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാണ് എന്ന് ചോദിക്കാൻ ഒരു ചാനലോ ഒരു പത്രമോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്നയാൾ തന്നെ സെക്രട്ടറി, ഇന്നയാൾ തന്നെ മുഖ്യമന്ത്രി. പഴയ കാലത്ത് അങ്ങനെ അല്ലല്ലോ. കൂട്ടായ തീരുമാനം, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം, ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരം. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനത്തിൽ കേരളം ഭാവി ഉന്നത എന്തോ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ ഇലക്ഷൻ നടത്തിയിട്ട് പാർട്ടി സമ്മേളനങ്ങൾ പരിസമാവിച്ചത്. അങ്ങനെയാണോ? കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി എന്തായി? നമ്മുടെ പാലക്കാടത്തെ ഒരു സ്ഥലത്തുള്ള കമ്മിറ്റിയുടെ ബദൽ സമ്മേളനം എന്തായി? മാഷ്ട നാട്ടിൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനം നടക്കാത്ത എന്തായി? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച കാണുകയാണ്. അതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ചർച്ചാ വിഷയം KPCC പ്രസിഡന്റ് തന്നെയാണ്. KPCC അതൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ശ്രീ N. ശ്രീകുമാർ. പാർട്ടി സമ്മേളനങ്ങളിൽ നടന്ന വിമർശനങ്ങളൊക്കെ അതത് സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ നിങ്ങളാണ് വിഷയം, അപ്പോൾ സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. മാധ്യമങ്ങളുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് സ്മൃതി ഒന്ന് പറഞ്ഞേ. ഏത് ചാനലാണ്, ഏത് പത്രമാണ്, ആരായിരിക്കും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് എഴുതിയത്? അടുത്ത ആഴ്ചയാണ്, മാർച്ച് 6-ാം തീയതി സമ്മേളനം തുടങ്ങുക കൊല്ലത്ത്. അത് വലിയ വിഷയമല്ലേ? കേരളത്തിലെ CPMൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേതൃദാരിദ്ര്യമല്ലേ സ്മൃതി? കോൺഗ്രസ്സിൽ നേതൃദാരിദ്ര്യമില്ല. കാരണം ഒരുപാട് നേതാക്കളുണ്ട്. അതിലൊരാളെ KPCC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കണം. ശരിയാ, മത്സരം ഉണ്ടാവും. നേരെ മറിച്ച് അപ്പുറത്തോ സമ്മേളനത്തിലല്ലേ തീരുമാനം? സമ്മേളനം തുടങ്ങുകയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സമ്മേളനം വരികയാണല്ലോ. സമ്മേളനത്തിലാണല്ലോ ഈ വിഷയങ്ങൾ വരിക. അപ്പോൾ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്നുള്ള ചർച്ച അപ്പോഴേക്കും വരും. അതിലിപ്പോ തർക്കമൊന്നുള്ള കാര്യമല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് പറഞ്ഞാൽ മതി. ഇത്ര അത് പറഞ്ഞാൽ മതി. അതായത് ഞാൻ വിഷയം മാറ്റുകയല്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ 2 പാർട്ടികളിൽ ഒരേ രീതിയിൽ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ KPCC പ്രസിഡന്റ് ഇപ്പോൾ മാറണമെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പ്രമുഖമായ പാർട്ടിയുടെ, കേരളത്തിലെ 1-ാം നമ്പർ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്നൊരു ചോദ്യം പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോ ചാനൽ പ്രവർത്തകരോ ഉന്നയിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് വിഷയമാക്കണ്ട ഇവിടെ, അത് വിഷയമാക്കണ്ട. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അത് 30 പേർ
ചേർന്നല്ല, അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരിക്കും. പക്ഷേ ഇന്നത്തെ യോഗത്തിലെ ശശി തരൂരിനെ കൂടെ നിർത്തിയിട്ടാണ് ദീപാദാസ് മുൻഷി പ്രസംഗിച്ചത്. സുധാകരനെയും വേണുഗോപാലിൻ്റെ ഒപ്പം ശശി തരൂരുമുണ്ട്. അതിനർത്ഥം എന്താണ്? കേരളത്തിലെ കോൺഗ്രസിൽ പത്രം എഴുതിയ പോലെ അല്ല കാര്യങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി കൂടി തന്നെയാണെന്ന് എൻ്റെ കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട്. ശ്രീകുമാർ, കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അവിടെ ചെന്നിത്തലയും വി.ഡി. സതീശനും കൈകൊടുത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാ കൂടുതൽ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ. എന്തൊരു സൗഹാർദ്ദം അല്ലേ? ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇന്നത്തെ യോഗം കൊണ്ടുണ്ടായ ഗുണമെങ്കിൽ അത് നല്ല കാര്യം. അതന്നെയാണ് പറഞ്ഞത്. അത്രയും രൂക്ഷമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യമില്ലെന്ന് പറഞ്ഞവരല്ല, ഐക്യമില്ലായിരുന്നു എന്നതും പുറത്ത് പ്രതികരണങ്ങൾ നടത്തിയതും നേതാക്കൾ തന്നെയാണല്ലോ. ഇതെങ്ങനെയാണ് ചർച്ചയാവുന്നത് ശ്രീകുമാർ? ഇതെല്ലാം മാധ്യമങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നൊന്നുമല്ലല്ലോ, ഉണ്ടായ കാര്യമല്ലേ? ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ തയ്യാറെടുപ്പ് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തയ്യാറെടുപ്പിലേക്ക് ഇതാ പോകുന്നു എന്ന് പറയുന്നു. ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി വി.ഡി. സതീശൻ ഒരു സർവേ നടത്തി, ഒരു പഠനം നടത്തിയെന്നും അതിൻ്റെ ഭാഗമായി ഇത്ര കണക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, ഇത്ര സ്ഥലങ്ങളിൽ ബൂത്തുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത് യോഗത്തിൽ പറഞ്ഞതോടുകൂടി ഇത് പാർട്ടിയോട് ആലോചിക്കാതെ നടത്തിയ സർവേ എങ്ങനെയാണ് നിങ്ങൾ നടത്തുക എന്ന ചോദ്യം വരുന്നു. ഇങ്ങനെയാണോ ഒരു തയ്യാറെടുപ്പ് നടക്കുക? ഇതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കത്തിൽ കണ്ട ഒരു പ്രതികരണം. അതാണ്, അത് യോഗത്തിനകത്ത് നടന്ന ആരും പുറത്തേക്ക് വന്നു. അതല്ലാതെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ശരിയാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വിജയിപ്പിച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പിൽ 4ലും വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു വിജയശില്പിയായിട്ടൊക്കെ അദ്ദേഹത്തെയും കൂടി ചേർത്ത് വെക്കാവുന്നതാണ്. പക്ഷേ എന്താണ് അടുത്ത പരിപാടി എന്ന് ആലോചിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇതൊക്കെ ആയിരുന്നല്ലോ. അതല്ലാതെ ഒരു വലിയൊരു പ്ലാൻ, ഒരു വലിയ പദ്ധതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇതാ വലിയൊരു സമരത്തിലേക്ക് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും കേട്ടോ? നമ്മളൊന്നും കേട്ടിട്ടില്ല. സ്മൃതി, അത്രയും നിഷേധാത്മകമായിട്ട് പറയണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടി കുറച്ച് നാളായിട്ട് സംഘടനാപരമായിട്ട് പാർട്ടിയെ സജീവമാക്കാൻ പാർട്ടിയുടെ ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ബൂത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ വാർഡ് കമ്മിറ്റികളും ഏതാണ്ട് തൃശ്ശൂരും അതുപോലെ തന്നെ വയനാട് ഒഴിച്ചുള്ള മറ്റു ജില്ലകളിലൊക്കെ ഏതാണ്ട് വാർഡ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അവരൊക്കെ ചുമതല ഏൽക്കുന്നു. അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഐഡന്റിറ്റി കാർഡ് പോലും വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല, കോൺഗ്രസിന് വേണമെങ്കിൽ നല്ല രീതിയിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അറിയാം എന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ട്. അതായത് തൃക്കാക്കരയിലായാലും അതുപോലെ പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായ രീതിയിൽ ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയോ പരാജയങ്ങളും നിശ്ചയിക്കുന്നത് പലപ്പോഴും അതിനു മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പുകളാണ്. ഉദാഹരണത്തിന്, പാർട്ടിക്ക് വോട്ടുണ്ട്, പക്ഷെ ആരെയും വോട്ട് ചേർത്തിട്ടില്ല. പുതിയ തലമുറക്കാരെ ആരെയും പുതുതായിട്ട് വോട്ടവകാശം വരേണ്ട 18 വയസ്സ് പൂർത്തിയായവരെ ആരെയും ചേർക്കാൻ തയ്യാറാകാതെ അവരെല്ലാം തനിയെ വന്ന് പൊട്ടിമുളച്ച് വന്ന് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളാണ്. ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ആരൊക്കെ വോട്ടവകാശം ഉള്ളവരുണ്ട്, ആരൊക്കെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാരൊക്കെ ഉണ്ട്, അതിൽ വോട്ടർ പട്ടികയിൽ എത്താൻ അർഹതയുള്ള ആളുകൾ കോൺഗ്രസ് കുടുംബത്തിലായാലും അല്ലെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസിനോട് അനുഭവമുള്ള വീടുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം നേരിട്ട് കണ്ട് ഓരോ കുടുംബത്തിലും കയറി അതിന്റെ ഏകദേശം ഒരു സർവേ പോലെ നടത്തിയിട്ട് ആ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും അവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ കോൺഗ്രസ് പലപ്പോഴും ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറെ പേര് ആൾക്കൂട്ടം പോലെ ഓടിക്കൂടുന്നു, അങ്ങനെ കുറെ മുദ്രാവാക്യം ഉണ്ടാകുന്നു, ചോരെടുത്ത് നടക്കുന്നു. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നത് പലപ്പോഴും കോൺഗ്രസിന് വിനയായിട്ടുണ്ട്. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല. വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ ഈ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ വാർഡ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് AICC ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ആസാമിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ നീങ്ങണം, എന്തായിരിക്കണം കോൺഗ്രസിന്റെ സ്ട്രാറ്റജി, ഏത് രീതിയിലായിരിക്കണം അതാത് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെയാണ് ജയം ഉറപ്പാക്കാൻ വേണ്ടി പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ, ഈ കാര്യത്തിൽ ശരിക്കും ഒരു ഗൈഡ് ലൈൻ പോലെ
പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് AICCയുടെ കാഴ്ചപ്പാടുകളും AICCയുടെ നിർദ്ദേശങ്ങളും കൃത്യമായി കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഈ 30ഓളം ഉന്നതതല നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ചേരുന്നതും അതിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ പാർട്ടി ഒട്ടും തയ്യാറെടുപ്പില്ലാതെ ഒട്ടും എന്താ പറയുക മുന്നൊരുക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ വരും പോലെ വരട്ടെ എന്ന രീതിയിലല്ല. പാർട്ടി അഖിലേന്ത്യാ തലത്തിലും AICC തലത്തിലും KPCC തലത്തിലും ഒക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ KPCCയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നാളായിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, പൂർണ്ണമായിട്ട് കുറെ കൂടി ഭംഗിയായിട്ട് നടത്താം, ഇന്ദിരാഭവൻ വേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആ സംശയമാണ് കെ സുധാകരനെതിരെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കൊണ്ട് അദ്ദേഹത്തിന് സ്ഥിരം യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് പാർട്ടി ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തുന്നില്ല, കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നില്ല. പക്ഷെ ആ പോരായ്മ നികത്തുന്ന രീതിയിൽ അതിന്റെ ചുമതലയുള്ള ലിജു എന്ന് പറയുന്ന വർക്കിംഗ് സെക്രട്ടറി അല്ലെങ്കിൽ അതിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി കൂടുതൽ കാര്യങ്ങൾ കുറെ കൂടി നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, അതായത് പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോയാൽ സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ലാൽകുമാർ എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസിന്റെ ഈ ശശി തരൂർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ലാൽകുമാറിന്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി അനുഭാവിയാണ്, മെമ്പർ അല്ലെങ്കിലും എന്ന് പറഞ്ഞു. CPM തങ്ങൾക്ക് അനുകൂലമായി ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. അത് വലിയൊരു വക്കാലത്തായിട്ട് അല്ലെങ്കിൽ വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുത്തു. ഒരുപക്ഷെ CPMന് ഈ അടുത്ത കാലത്ത് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാ കാലത്തും CPMനെതിരെയുള്ള പ്രധാന ആരോപണം അവർ പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നു, അവരുടെ വരട്ടുവാദത്തിന്റെ പരമായിട്ട് വ്യവസായ രംഗത്തൊക്കെ മുന്നേറ്റം തടസ്സപ്പെടുന്നു. പണ്ടത്തെ വെട്ടിനിരത്തൽ സമരമൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്, പ്രാകൃത സമരമായിരുന്നു. അതൊക്കെ തിരുത്തിക്കൊണ്ട് വ്യവസായം വന്നാലേ പുരോഗതിയുള്ളൂ, കേരളം മാറണം, ലോകത്തോടൊപ്പം മാറണം, സ്വകാര്യ സർവകലാശാലകൾ അടക്കം കേരളത്തിന് ആവശ്യമാണ്, ഇതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ ഇതേ ആരോപണം കോൺഗ്രസ്സിലുള്ളവര് ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഇതിനെ മാത്രമേ എതിർത്തുള്ളൂ. ഞാൻ ആദ്യം മുതലേ ചോദിച്ചതാണ്, അതായത് ശശി തരൂരിനെ നിങ്ങൾ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ്, അനുയോജ്യനാണ്, അനാഥനാകില്ല, ഞങ്ങളുണ്ട് താങ്ങാൻ, വീണാലും താങ്ങാൻ ഞങ്ങളുണ്ട്, കിടന്നാലും എടുക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഈ ശശി തരൂർ തന്നെ അതേ നാവ് കൊണ്ട് അതിന്റെ അതേ ലേഖനത്തിൽ പോലും അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തി. അതായത് അമേരിക്കൻ നയത്തിൽ അമേരിക്ക അവിടെ നിന്ന് കാര്യം കഴിഞ്ഞ് അങ്ങനെ കിട്ട് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വളരെ അപമാനിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നപ്പോ ആ നയം അതിനെ അനുകൂലിച്ച അല്ലെങ്കിൽ മോദി മഹാനാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഈ പിണറായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതിനേക്കാൾ എത്രയോ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം മോദിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ശശി തരൂരിനെ നിങ്ങൾ ആ വിഷയം പറഞ്ഞ് ഇയാളെ, അപ്പൊ ഞാനൊരു ചർച്ചയിൽ ചോദിച്ചതാണ്, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ശശി തരൂരിന്റെ ഈ ഭാഗം നിങ്ങൾ വളരെ സ്വീകാര്യം എന്ന് പറയുമ്പോൾ ആ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിച്ച് മിണ്ടാതിരുന്നു? അതും പറയണ്ടേ, അതിന്റെ ഒപ്പം വന്നതല്ലേ? എന്തുകൊണ്ട് ശശി തരൂർ അത് പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളതിന് നിങ്ങൾ പണ്ടാരോ പറഞ്ഞ പോലെ ഒരു കയറും അതിന്റെ അറ്റത്തൊരു കാളെ എന്ന് പതുക്കെ പറഞ്ഞു, കയറും അല്ലാതെ അങ്ങ് പൊക്കി പറഞ്ഞു. ഈ കേരള സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്തുനിന്നൊരു പിന്തുണ കിട്ടുമ്പോൾ അത് നന്നായി ആഘോഷിക്കില്ലേ? അത് ആഘോഷിക്കാനുള്ള വക ആരാണ് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. എന്തായാലും പാർട്ടി അധ്യക്ഷൻ മാറും, പുതിയ അധ്യക്ഷൻ വരുമ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സാമുദായിക സമവാക്യങ്ങൾ അതാണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്. ഇപ്പോൾ 3 തവണയായി ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള പാർട്ടി അധ്യക്ഷന്മാരായിരുന്നു. അപ്പോൾ ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ള ചർച്ച വരുന്നു. അങ്ങനെ ആഗ്രഹമുള്ള 2 നേതാക്കൾ അവിടെ പ്രത്യേകം നേതാക്കളെ കാണുന്നു. ഇതിലൊരാൾക്കാണ് നറുക്കു വീഴുക എന്നും അറിയുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ അതിന് കൂടുതൽ പ്രാധാന്യം? ഇപ്പോൾ നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു KPCC അധ്യക്ഷൻ ആരായാലെന്ത്, പുറത്തെ ജനങ്ങൾ അത് നോക്കിയല്ലോ വോട്ട് ചെയ്യുക എന്ന്. പക്ഷേ അത് നോക്കും എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം CPMൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. CPM ഈ കാഡർ ബേസ്ഡ് ആയിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ കാഡേഴ്സിനാണ് അവരുടെ ലീഡേഴ്സ് വരുന്നത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു ബഹുജന പാർട്ടിയാണ്. അതുകൊണ്ട് ബഹുജനങ്ങൾ എന്ന് പറയുന്നത് ജാതിയുടെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, മതപരമായ സ്വാധീനങ്ങളുണ്ടാവും, പ്രാദേശികതയുടെ സ്വാധീനങ്ങളുണ്ടാവും. അപ്പോൾ CPMനെ സംബന്ധിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, മാർക്സിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് അവർ പാർട്ടിയെ ബിൽഡ് ചെയ്യുന്നത്. അത്
നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ ജനസമൂഹത്തെയാണ് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നത്. അവരെയാണ് പാർട്ടിയുടെ അണികളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് നിലയിൽ ചിന്തിക്കുന്ന, വളരെ വാരിഗേറ്റഡ് ആയിട്ടുള്ള, വളരെ വിരുദ്ധപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് പലപ്പോഴും ഈ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പുകളെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു പൊതു സമീപനം എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഒരു അജണ്ട കൊണ്ടുവരുന്നതിൽ അവർ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ അവരെ ഇന്നും നിലനിർത്താൻ കാരണം. അല്ലെങ്കിൽ ജനങ്ങൾ അവരെ പുറത്ത് കളയുമായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഇന്നും വളരെ റെലവൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അവർ അനുഭവിക്കുന്നു. കാരണം എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിനകത്ത് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലത്തായിട്ടുള്ളൊരു സംഗതി, ഇപ്പോൾ എ കെ ആൻ്റണിയെ പോലുള്ള ആളുകൾ തീർച്ചയായും രാഷ്ട്രീയമായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിലയിൽ നിന്ന് പോയി. ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളും പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പ് ലെവൽ ലീഡർഷിപ്പിനകത്ത് ഇപ്പം ഒരു എന്താ പറയുക, ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ആധിക്യം കാണും. കെ.സി. വേണുഗോപാൽ മുതൽ പിന്നെ ആളുകൾ ഇപ്പം രമേശ് ചെന്നിത്തല, പിന്നെ വി.ഡി. സതീശൻ എല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ലീഡേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുറവ് പൊതുവിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അപ്പോൾ അവർക്കിടയിൽ കുറേ ആളുകളെങ്കിലും പിന്നെ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട്, കുറേ പേര് BJP-യിലേക്ക് പോണ കാര്യം ആലോചിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും സെൻട്രൽ ട്രാവൻകൂറിലെ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ബേസ് ആയിരുന്നു. എല്ലാ കാലത്തും ക്രിസ്ത്യാനികളുടെ ശക്തമായ സപ്പോർട്ട് കോൺഗ്രസിന് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത്, ലീഡർഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ നിലയ്ക്കൊക്കെയാണ് ആ നിലയ്ക്ക് അത് ആലോചിക്കുന്നുണ്ട്. മുന്നണിയിലേക്ക് ആകർഷിക്കാൻ ശ്രമങ്ങൾ ഉണ്ട് എന്നൊരു വസ്തു കേൾക്കുന്നുണ്ട്. പക്ഷേ ആ വരവുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഈ സ്ഥാനം ഒരു ക്രിസ്ത്യൻ പ്രതിനിധിക്ക് നൽകേണ്ടി വരും. അല്ല, അത് കേരള കോൺഗ്രസ് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിനകത്ത് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഒരു പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന്, അല്ല അതിൻ്റെ ഒരു ടോട്ടൽ റെപ്രസെൻറ്റേഷന് അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടായിരിക്കണം. മാത്രമല്ല പുതിയ യങ്ങറായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും നല്ല ലീഡേഴ്സ് പലരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇപ്പോൾ റോജിയെ പോലെ ആളുകൾ, അങ്ങനെ ഒരുപാട് നല്ല കഴിവുള്ള ആളുകൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അവർ ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ലാൽകുമാറിന് നേരത്തെ പറഞ്ഞ പ്രതികരണത്തിന് മറുപടിയാണ് പറയാനുള്ളതെന്ന് തോന്നുന്നു. ഇതുണ്ട് പറയാം. നോക്കൂ, ഇവിടെ ശ്രീകുമാരേട്ടൻ പറഞ്ഞത് മാധ്യമങ്ങൾക്കെതിരെ വിമർശിച്ച ഒരു കാര്യമാണ്, നിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആര് എന്നുള്ളൊരു ചർച്ച ഉണ്ടാകുന്നില്ല. നോക്കൂ, CPIM സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാറ്റേൺ നമുക്കുണ്ട്. ഇപ്പം പിണറായി വിജയൻ വർഷങ്ങളായി അതിരുന്നു. അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ മാറുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് ഗോവിന്ദ മാസ്റ്റർ വരുന്നു. അപ്പോൾ എക്സ്പെക്റ്റഡ് ലൈനിലുള്ളതാണ് ഗോവിന്ദ മാസ്റ്റർ. എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. കാര്യം ആ പാറ്റേൺ നിങ്ങൾ പുറകോട്ടെടുത്ത് നോക്കിയാൽ മതി. വ്യത്യസ്തമായി വരത്തില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. വ്യത്യസ്തമായി വന്നേക്കാം. ഒരു ചർച്ച അന്താരാഷ്ട്ര ഇപ്പം ഗോവിന്ദൻ മാറുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടത്തേണ്ട കാര്യം ഇവിടെ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അത് ശ്രീമാറിയേട്ടൻ്റെ കുത്തിത്തിരിപ്പ് ഈ രാഷ്ട്രീയ ഇതിനകത്ത് കൊണ്ടുവന്ന് മാത്രമേ ഞാൻ ഈ വിഷയം കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഈ കോൺഗ്രസിൽ നിന്ന് ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് CPM-നെ കൊണ്ട് മുട്ടിക്കാനായിട്ടുള്ള കുത്തിത്തിരിപ്പ് ശ്രീമാറിയേട്ടൻ കാണിച്ചുകൊണ്ട് വന്നതാണ്. അല്ലാതെ അത് വരേണ്ട കാര്യമില്ല. അടുത്തത്, ഇവിടെ ജോർജ് പൊടിപ്പാർ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് തരൂറുമായി ബന്ധപ്പെട്ട്. തരൂറിനെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഇല്ല സാർ, അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. തരൂർ പറഞ്ഞ ഒരു ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളല്ലോ, അത്രേ എടുത്തിട്ടുള്ളൂ. കാര്യം എന്താ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ വിട്ടു. ഞാൻ പറയുമ്പോൾ ശരിയാകും. പ്ലീസ്, ഞാൻ പറയുമ്പോൾ ശരിയാകും. ഇടപെടണ്ട. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ആദ്യത്തെ നമ്പേഴ്സാണ്. ആദ്യത്തെ 2 നമ്പേഴ്സാണ്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശശി തരൂർ പറഞ്ഞാലും പറഞ്ഞില്ലേലും അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ അഭിപ്രായമാണ്. ആ ശശി തരൂരിൻ്റെ അഭിപ്രായത്തോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. യോജിക്കുന്ന എവിടെയെങ്കിലും പറഞ്ഞോ? അതൊന്ന്. 2, ശശി തരൂർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ശശി തരൂർ കോൺഗ്രസിനകത്ത് ഒരു ഭിന്ന സ്വരമാകുന്നു. ശശി തരൂരിനെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ പണിയും നമ്മൾ നോക്കും സ്മൃതി. അതിപ്പോ അതിന് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ നിക്ക്
നിക്ക് ഒരു മിനിറ്റ് പറഞ്ഞ കേക്ക്. നീ എനിക്ക് എൻ്റെ ഡിസ്റപ്റ്റ് ചെയ്താൽ പോകും. ഞങ്ങൾ പറഞ്ഞാലേ CPM-നെതിരെ ഏറ്റവും കൂടുതൽ എപ്പോഴും CPM വിരുദ്ധ കോൺഗ്രസ് അനുഭാവത്തെക്കാട്ടിലും കൂടുതൽ CPM വിരുദ്ധത പറയുന്ന ശ്രീകുമാറിയേട്ടനെ വരെ ഞങ്ങൾ CPM എടുക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുവാണെങ്കിൽ, ഞങ്ങളുടെ ആശയം നിലനിർത്തുവാണെങ്കിൽ. അതെ, തരൂർ ഇവിടെ വന്നാൽ എന്താണ് സ്ഥിതി? തരൂർ വരികയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, തരൂർ ഈ പാർട്ടിയുടെ അച്ചടക്കത്തിനനുസരിച്ച് നിൽക്കും, അല്ലെ തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഒരു സംശയം വേണ്ട. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോമനാഥ് ചാറ്റർജിയെ പോലെ ഒരു വലിയ ഫിഗറിനെ, ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സോമനാഥ് ചാറ്റർജിയെ പുറത്താക്കിയ പാരമ്പര്യമുള്ള പാർട്ടിയായത്. കോൺഗ്രസ്സുകാർക്ക് ഒരാൾ പക്ഷേ തരൂർ പറഞ്ഞത് CPM കൊടി അവിടെ മാറ്റി വെച്ചിട്ട് മുതലാളിത്തത്തിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണല്ലോ. അപ്പോൾ ഇനി അതിൽ ആ സംശയം വേണ്ട. നമുക്ക് സമയം പൂർണ്ണമായി കഴിയാണ്. പറയണ്ടേ? മറുപടി പറയണ്ടേ? അതിന് മറുപടി വേണ്ടേ? അതിന് മറുപടി വേണം, ഞാൻ പറയാം. അതിന് മറുപടി ഉണ്ട്. സുധാകരന്റെ കാര്യങ്ങളൊന്ന് പറ. സുധാകരന്റെ അല്ല, പക്ഷപാതിയായ ഫ്രീ എക്കോണമിയുടെ ഒക്കെ ആളായിട്ടുള്ള ഒരാളെ എങ്ങനെ CPM-ന് അങ്ങനെ വെള്ളം തൊടാതെ എടുക്കാൻ പറ്റും? നിങ്ങൾക്ക് സന്ദീപ് വാര്യരെ എടുക്കാമെങ്കിൽ പിന്നെ നമുക്ക് തരൂരിനെ എടുത്തുകൂടെ? സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഉൾക്കൊണ്ടില്ലേ? അല്ലേ? സന്ദീപ് വാര്യരെ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ നമ്മുടെ ആശയം ഉയർത്തിപ്പിടിക്കും. ശരി, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെ മോശപ്പെടുത്താനല്ല. നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ പിന്നെ നമ്മുടെ ആശയം, അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു നമ്മൾ എടുക്കാൻ പറ്റില്ല. ശരി, നമുക്ക് സമയം കഴിയുന്നതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ദിവസം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എടുത്തതാ. ശരി മതി, സമയമില്ല. വളരെ നന്ദി എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ജോർജ് പൊടിപാറ, NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.